എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 32 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് രാജാവിൻ്റെ ഒരു സങ്കീർത്തന ഭാഗം നമ്മൾ വായിക്കുവാണെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടിലും മഹത്വം ദൈവസന്നിധിയിൽ നിന്ന് കണ്ട ഒരാൾ തന്നെയാണ് ഇത് ഈ സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ, ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലംഘനം ഉണ്ട്, പാപം ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിച്ചവൻ. ആമേൻ. സ്തോത്രം. അതെങ്ങനെ? യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കരുതിയൊരു മനസ്സുണ്ട്. ആ മനസ്സ് ദൈവമക്കളെ എന്നും കർത്താവിനെ സ്തുതിക്കാനുള്ളതാണ്. ഇതൊക്കെ സംഭവിച്ചു. എന്നിരുന്നാലും വീണു പോകാതെ താളടിയാകാതെ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിത കർത്താവ്. ഗ്ലോറി സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത് അനുഭവത്തിലൂടെയാണ്. അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അനുഭവത്തിലൂടെ ഈ ദൈവത്തെ ഒന്ന് മഹത്വത്തോടെ സാക്ഷീകരിക്കേണ്ടതിന് കിട്ടിയ അനുഗ്രഹിക്കപ്പെട്ട സമയം എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും പറയാനുള്ള അവസരമാണ്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ സകല പാവങ്ങളെയും കർത്താവ് ക്ഷമിക്കും. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കാണിച്ച ആ മനസ്സലിവ്, ആ കരുതൽ, ആ കരുണ ഇന്ന് നമുക്ക് ഏറ്റവും മനോഹരമായൊരു സാക്ഷിക്ക് കർത്താവ് ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയ സകല പാപങ്ങളും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച സകല മക്കളോടും കർത്താവെ അവിടുന്ന് ദയ തോന്നി തോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഏറെ കുറവുകളും ഏറെ തെറ്റുകുറ്റങ്ങളും വന്ന അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ആരുടെ അകൃത്യം കണക്കിലെടുക്കാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അവിടുത്തെ സാന്നിധ്യത്തിൽ നല്ലൊരു സാക്ഷിക്കായി എടുത്തുപയോഗിച്ച ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എടുത്തു പറയാൻ ഒരു ഗുണവുമില്ല കർത്താവെ. ദൈവം തന്ന നന്മയല്ലാതെ, ദൈവം തന്ന കൃപയല്ലാതെ എടുത്തു പറയാൻ ഒന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയാണ് കർത്താവെ. സങ്കടത്തോടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ നിന്റെ മക്കൾ മനസ്സുകൊണ്ട് മടങ്ങി വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കുന്ന എല്ലാവരെയും ആ വിരിച്ച ചിറകിൻ മറവിൽ മറച്ചു കൊള്ളണമേ. അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷിക്കാൻ നിന്റെ മക്കളെ ദൈവം അവിടുന്ന് ഒരുക്കണമേ. സമാധാനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണേ. ആത്മാവിലേറെ നിറയപ്പെടുവാൻ, ആത്മാവിൽ ഫലമെടുപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണേ. ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി ആയിത്തീരുവാൻ കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.